കണ്ണൂരിൽ സൈറൺ ശബ്ദത്തെ ചൊല്ലി കോർപ്പറേഷനും ജില്ലാ കളക്ടറും തമ്മിൽ തർക്കം. അനുവദനീയമായ അളവിലും കൂടുതൽ ശബ്ദം കുറയ്ക്കണമെന്ന് കാണിച്ച് കളക്ടർ കത്ത് നൽകിയതോടെയാണ് തർക്കം തുടങ്ങിയത്. തങ്ങൾക്ക് പരാതി ലഭിക്കും വരെ സൈറൺ മാറ്റില്ലെന്നാണ് കോർപ്പറേഷന്റെ നിലപാട്. നടപടിയില്ലെങ്കിൽ സൈറൺ കണ്ടുകെട്ടുമെന്ന് കളക്ടർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാവിലെ 6 മണി, ഉച്ചയ്ക്ക് 1 മണി, വൈകിട്ട് 6 മണി. കണ്ണൂർ നഗരസഭ രൂപീകൃതമായ കാലം തൊട്ട് മുടങ്ങാതെ മുഴങ്ങുന്നുണ്ട് ഈ സൈറൺ. എന്നാൽ ഈ സൈറൺ ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷനും ജില്ലാ കളക്ടറും തമ്മിലുള്ള തർക്കത്തിന്റെ സൈറൺ മുഴക്കുകയാണ്. സൈറണിന്റെ ശബ്ദത്തെക്കുറിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി ലഭിച്ചെന്നും പരിശോധനയിൽ അനുവദനീയമായതിലും കൂടുതലാണ് ശബ്ദമെന്നും കാണിച്ച് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കളക്ടർ ഈ മാസം 10-ന് ഒരു കത്ത് നൽകി. ശബ്ദം കുറയ്ക്കുകയോ മറ്റ് ബദൽ മാർഗങ്ങൾ കണ്ടെത്തുകയോ ചെയ്യണമെന്നായിരുന്നു കത്തിലെ ആവശ്യം. ദുരന്തമായി കണക്കാക്കി നടപടിയെടുക്കുന്നുവെന്നും അനുകൂല തീരുമാനമില്ലെങ്കിൽ സൈറൺ കണ്ടുകെട്ടുമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ കളക്ടറുടെ കത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഇത് അംഗീകരിക്കില്ലെന്നാണ് കോർപ്പറേഷന്റെ നിലപാട്. ഒരു സൈറൺ മുഴങ്ങുന്നത് ഏത് സാഹചര്യത്തിലാണ് ദുരന്തമായി മാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതിന്റെ പേര് ഒരു കാരണവശാലും ഈ സൈറൺ ഒഴിവാക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഒരു കാരണവശാലും. മാത്രമല്ല, ഇത് ജനനിബിഡമായിട്ടുള്ള ഒരു സ്ഥലമല്ല. ഇത് ടൗണിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ജനങ്ങൾക്ക് പരിസരവാസികൾക്ക് ഇത്തരം ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറയുകയും ഇതൊരു ദുരന്തത്തിൽ പെടുത്തുകയും ചെയ്യുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിൽ അറിയില്ല. കോർപ്പറേഷൻ ഓഫീസിനോട് ചേർന്നാണ് DIG, കളക്ടർ, കമ്മീഷണർ എന്നിവരുടെ ഔദ്യോഗിക വസതികൾ. ഇവിടെയുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാണ് നടപടിയെന്നും കോർപ്പറേഷൻ ആരോപിക്കുന്നുണ്ട്. വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന അടിയന്തര കൌൺസിൽ യോഗം കളക്ടറുടെ ആവശ്യം അംഗീകരിക്കേണ്ടെന്ന് തീരുമാനിച്ചു. പരാതിയുള്ളവർ കോർപ്പറേഷനെ ബന്ധപ്പെട്ടാൽ നടപടികൾ ആലോചിക്കാമെന്നാണ് തീരുമാനം. സമയമറിയാൻ മറ്റ് സംവിധാനങ്ങളില്ലാതിരുന്ന കാലത്ത് പൊതുജനങ്ങൾക്ക് സമയം മനസ്സിലാക്കാനുള്ള സംവിധാനമായാണ് സൈറൺ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് കാലം മാറിയെങ്കിലും സൈറൺ മുഴക്കുന്നത് തുടരുകയായിരുന്നു. ന്യൂസ് മലയാളം, കണ്ണൂർ.